അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 35-ാമത്തെ സൂറത്ത് 40-ാമത്തെ ആയത്ത് വളരെ വ്യക്തമായി ഇത് തന്നെ ആവർത്തിക്കുകയാണ്. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പങ്കാളികൾ, അവരെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഭൂമിയിൽ അവരെന്താണ് സൃഷ്ടിച്ചിട്ടുള്ളത്? എന്തെങ്കിലും ഒന്ന് സൃഷ്ടിച്ചത് എനിക്ക് കാണിച്ചു തരാമോ? ഇനി അതല്ല, ആകാശത്തിൽ അവർക്ക് പങ്കുണ്ടോ? അതല്ല, അവർക്ക് വല്ല ഗ്രന്ഥവും നൽകിയിട്ട് അതിൽ നിന്ന് തെളിവനുസരിച്ചിട്ടാണോ അവർ നിലകൊള്ളുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പറയാണ്, അങ്ങനെ ചെയ്യുന്നവർ അക്രമകാരികളാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്ദാനം ചെയ്യുന്നത് വഞ്ചന മാത്രമാകുന്നു. അതായത് ആകാശഭൂമികളിൽ അള്ളാഹുവിന് പങ്കുകാരില്ല, അള്ളാഹു വേറെ ഏർപ്പെടുത്തിയിട്ടില്ല, ഔലിയാക്കന്മാർക്ക് യാതൊരു കഴിവും ഇല്ല. അള്ളാഹു അവർ ജീവിച്ചിരുന്ന കാലത്ത് പലതും കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ ഈ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ആൾക്കാരെ ഔലിയാക്കന്മാരാക്കുന്ന ഒരു പരിപാടിയുണ്ട് സുന്നികൾക്ക്. അതാണ്ട് മജ്ദൂബായിരിക്കുന്ന സമയത്ത് എന്നൊക്കെ പറയും. അതാണ്ടൊക്കെ അങ്ങനത്തെ വാക്കുകൾ പറയുന്നത് അള്ളാഹ്ക്കറിയാം ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞ്. സ്വയം നരകത്തിൽ പോകുമ്പോൾ 10,000-കണക്കിന് ആൾക്കാരായിട്ടാണ് ഓരോ മൊയ്ലിയർ പോണത് നരകത്തിലേക്ക്. വിവരം കൂടിപ്പോയിട്ടത് പറയുന്ന ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥ. ഔലിയാക്കന്മാരൊന്നും ഭ്രാന്തന്മാരല്ല, സാധാ മനുഷ്യർ. അതായത് വൃത്തിയായി അല്പം സുഗന്ധമൊക്കെ പൂശി പട്ടിണിയാണെങ്കിലും മാന്യമായി ആരോടും കൈ നീട്ടാതെയോ അല്ലെങ്കിൽ പിച്ചെടുക്കാതെയോ ഒക്കെ ജീവിച്ച് 5 നേരവും പള്ളിയിൽ വന്ന് നിസ്കരിച്ച് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടാൽ ചിലപ്പോൾ ഔലിയായാണെന്ന് നമുക്ക് പറയാം. അല്ലാതെ ഭ്രാന്തായി നടന്ന് കൊല്ലങ്ങളോളം കുളിക്കുകയില്ല, വല്ലയിക്കുകയില്ല, അത് മരിച്ചു കഴിയുമ്പോൾ അങ്ങ് പറയുകയാണ് അത് ഔലിയായിരുന്നു എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് അടിസ്ഥാനമൊന്നുമില്ല. ബുദ്ധിയില്ലാഴുക എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ.